നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. കൊലവർഷം 1201 ആണ്ട്, അതായത് ക്രിസ്തുവർഷം 2025 ഓഗസ്റ്റ് മാസം 17 തീയതി മുതൽ 2026 ഓഗസ്റ്റ് മാസം 16 തീയതി വരെയുള്ള ഒരു വർഷക്കാലം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഒരു വർഷക്കാലം ഗുണപ്രദമായ അല്ലെങ്കിൽ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വർഷം തന്നെയായിരിക്കും. ഈശ്വരാധീനം ഏറ്റവും അധികമുള്ള ഒരു സമയം തന്നെയാണ്. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ഒന്നാം പകുതി ചില സംശയ രോഗങ്ങളും ഒക്കെ ഇവരെ ബാധിക്കും. പല കാര്യങ്ങളും ചെയ്തിട്ട് വീണ്ടും ചെയ്യുന്നതിനുള്ള പ്രവണതയുണ്ടാവും. പല ആളുകളെ വ്യക്തികളോടും സംശയങ്ങളുണ്ടാകുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലെല്ലാം സംശയ രോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ ഒരു വർഷത്തെ രണ്ടാം പകുതിയോടുകൂടി ഏതാണ്ട് പകുതി കഴിയുന്നതോടുകൂടി ആ ഒരു അവസ്ഥ മാറുകയും കൂടുതൽ ഗുണപ്രദമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ കൂടുതലായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതി. അതുപോലെ തന്നെ സ്ഥലം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇടപാടുകൾ നടത്തുന്നതിനും ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിനൊക്കെ വളരെ അനുകൂലപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അത് സാധിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ സാധിക്കുന്നതിനും പറ്റുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷക്കാലം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കാനായിട്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ പല സംഘടനകളുടെയോ അല്ലെങ്കിൽ സംഘത്തിൻ്റെയൊക്കെ നമ്മൾ എത്തിച്ചേരുന്ന അതിൻ്റെ ഒരു നായകത്വം നമ്മൾ എത്തിച്ചേരുന്ന ആളുകളുടെ ഇടയിലോ അല്ലെങ്കിൽ ഒരു സംഘടനയോ അല്ലെങ്കിൽ സംഘമാണെങ്കിൽ സംഘം, ആ സംഘത്തിൻ്റെയൊക്കെ ഒരു നായക സ്ഥാനത്തേക്ക് നമ്മൾ യാദൃശ്ചികമായിട്ട് എത്തിപ്പെടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പല തരത്തിലുള്ള തൊഴിൽ മാർഗ്ഗങ്ങൾ ഈ ഒരു സമയത്ത് സ്വീകരിക്കും. തൊഴിൽ സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ധാരാളമായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഗുരുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കുറവുകളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവും. മാനസികമായിട്ട് വളരെയധികം ധൈര്യം കാണിക്കും. ചില സാഹസ പ്രവൃത്തികളൊക്കെ മുതിരും. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുന്നതാണ് ഉചിതം. കാരണം മനസ്സിന് നല്ല ധൈര്യമുള്ള ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള സാഹസ പ്രവൃത്തികൾക്ക് മുതിരുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ കലാപരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വർഷക്കാലം ചില സെറ്റ് ബാക്കുകൾ, ചില മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വർഷത്തിൻ്റെ ഏകദേശം പകുതിയോടുകൂടി കലാപരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില അപവാദങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില അപവാദങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ചില അപവാദങ്ങളിലും മോശമായ കൂട്ടുകെട്ടുകളിലൊക്കെ പോയി പെടാനുള്ള സാധ്യതയുള്ളത് വളരെയധികം ശ്രദ്ധിക്കുകയും